ഗായ്സ്, വ്ളോഗ്സ് ഓഫ് ഡിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് കേട്ടോ. ഒന്നുമില്ല, സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നുമില്ല. ഞങ്ങൾ നെടുമ്പോയി ചുരം വഴി വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ജസ്റ്റ് കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു. മഴക്കാലമായതുകൊണ്ട് നല്ല മഴ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. ഭാഗ്യത്തിന് എന്തോ പോകുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ചുരത്തിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ മരം പൊട്ടി വീണിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു പോകുന്ന വഴിയിലെ ഇലകളൊക്കെ കാണാനായിട്ട്. ഡിബിയേട്ടൻ സ്ലോയിലാണ് കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മഴയൊക്കെ പെയ്തിരിക്കുകയാണ്. റോഡിലൊക്കെ നല്ലോണം തെന്നലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല സ്ലോ ആയിട്ട് കെയർഫുള്ളായിട്ടാണ്. അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് സ്പീഡിൽ പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അറിയാലോ, പലതരം ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെയാണ്. അപ്പം മാക്സിമം നന്നായിട്ട് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, രണ്ട് സൈഡിലുമായിട്ട് വലിയ വലിയ മരങ്ങളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ മരങ്ങൾ കാണാനായിട്ട്. സോ ഇതിൻ്റെ ഇടയിലൂടെ ഈ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകതരം ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ചാൻസ് ഇതുവരെ അങ്ങനെ വലുതായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ +1 +2 പഠിക്കുന്ന ആ സമയത്ത് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിലൂടെ എൻ്റെ ഒരു മെമ്മറി എന്ന് പറയാൻ, എനിക്കൊരു ഭയങ്കര ഓർമ്മിക്കാൻ പറ്റിയൊരു യാത്ര എന്ന് പറയുന്നത് അന്നായിരുന്നു ഈ വഴിയിലൂടെ. കാരണം വളരെ രസമായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പോയത്. പക്ഷേങ്കിൽ അന്ന് ഞാൻ ഈ റോഡ് സൈഡൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളെല്ലാവരും ബസ്സിനുള്ളിൽ നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ ഇതിലൂടെ യാത്ര ചെയ്തതെന്ന് പറയുന്നത് തിരുനെല്ലി അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോഴാണ്. ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ഇതിന് 2 വർഷം നന്നായിട്ട് KSRTC ബസ്സിലാണ് പോയത്. അപ്പം നന്നായിട്ട് കാണാൻ പറ്റും. നല്ല രസമാണ് ബസ്സിലുള്ള യാത്ര എന്ന് പറയുന്നത്. ആ സമയത്ത് ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ഥലം എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അത്രയും പച്ചപ്പ്, താഴ്വാരങ്ങളും മലകളും മഞ്ഞുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. അങ്ങനെ നമ്മൾ ചുരക്കി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുന്നിൽ കാണാൻ പറ്റുന്ന ഈ ഒരു സ്പോട്ടിലാണ് കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ സ്പോട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. പക്ഷേ അവിടെ അവർ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 സ്പോട്ടുകളും കൂടി ഈ പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. അപ്പം ഞങ്ങളിത് സംഭവിച്ചതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല വലിയ ഉരുളൻ കല്ലൊക്കെ കാണാൻ പറ്റിയിരുന്നു. ഈ കാണുന്ന ഈ ഒരു സ്പോട്ടും ഉരുൾപൊട്ടിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. പക്ഷെ അത് അവർ മനോഹരമായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോഡിലെ മരങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. കാരണം എല്ലാം ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട്. പക്ഷേങ്കിൽ ഓൾമോസ്റ്റ് പലതും നല്ല ഉറപ്പോടെ കൂടി നിൽക്കുന്നതാണ്. മാത്രമല്ല ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ റോഡ് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കിടക്കുന്നത് തന്നെ. പക്ഷേങ്കിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ചെറുങ്ങനെ റോഡ് റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് ഞങ്ങൾ പോകുന്ന വഴി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കുരങ്ങന്മാരെ കാണാറുണ്ട് കേട്ടോ. അതായത് മങ്കീസിനൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ റോഡിലൂടെ പോകുമ്പോൾ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല കേട്ടോ. എനിക്കറിയില്ല അത് എവിടെ പോയെന്നറിയില്ല. പക്ഷെ ഞങ്ങളിപ്പം വാടകയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ അവിടെ മൊത്തം കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നത് നല്ല രസമാണ്. അത് കാണാൻ നല്ല രസം. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്ന് നിന്നിട്ട് അതിന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കും. പക്ഷേങ്കിൽ ശ്രദ്ധിക്കണം, കാരണം ഫോണും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് വീഡിയോ എടുക്കാറുള്ളത്. അവിടെ ഇവിടെയായിട്ടൊക്കെ മരമൊക്കെ പൊട്ടി വീണത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ അവരതൊക്കെ മുറിച്ച് മാറ്റി സെറ്റാക്കി റോഡൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മരം വീണതിൻ്റെ അടയാളങ്ങൾ അവിടെ ഇവിടങ്ങളായിട്ട് കാണുന്നുണ്ട്. പക്ഷേങ്കിൽ മരത്തിനെ അവിടെ കാണാനില്ല. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് തന്നെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടാകും. കാരണം ചുരമാണ്, പിന്നെ ആളുകൾ പോകേണ്ടതാണ്. അതൊക്കെ കൊണ്ട് തന്നെ റോഡ് വേഗം അവർ ശരിയാക്കിയിട്ടുണ്ടാകും, ആ റോഡിൻ്റെ ബ്ലോക്കൊക്കെ. ഇപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറുന്നുണ്ട് കേട്ടോ. അധികം വലുതല്ല, ചെറുതാണ്. അപ്പോൾ ഈ പോകുന്ന ഈ ഒരു സ്പോട്ട് വളരെ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഏലപ്പീടിയ എന്ന് പറയുന്നത്. ഏലപ്പീടിയയിലേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു വളവ് തിരിഞ്ഞ് കയറുന്നത്, അങ്ങോട്ടേക്കാണ്. അത് നല്ലൊരു സ്പോട്ടാണ്. അധികവും ഈ ടൂറ് പോകുന്നവരൊക്കെ വണ്ടി അവിടെ ഒന്ന് സൈഡ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് ഞങ്ങൾ ഇപ്പം കാണിച്ചു തരുന്നതാണ്.
ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഒരു വീഡിയോ ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. ചിലവർ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ചായ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു കുഞ്ഞി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സ്പോട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്ത വളവിലേക്ക് വരുന്നത്. സാധാരണ നമ്മൾ ചുരത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴാണ് ഈ കോടമഞ്ഞൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുള്ളത്, അതായത് കാണാറുള്ളത്. പക്ഷേങ്കിൽ ഇത്തവണ നമ്മൾ ചുരത്തിൻ്റെ കയറിയിട്ട് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തന്നെ നന്നായിട്ട് കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. ഒന്നാമത് മഴയൊക്കെ ആണല്ലോ, അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവൊക്കെ ചെയ്യാനായിട്ട്. ഞങ്ങൾ ലൈറ്റൊക്കെ കത്തിച്ചിട്ടായിരുന്നു പോയത്. കാരണം ഒന്നാമത് ഒന്നും കാണില്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ലൈറ്റ് ഇട്ടാൽ പോലും അങ്ങനെ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഓടിച്ചത്. ശരിക്കും ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ബ്യൂട്ടിഫുള്ളായിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ വളരെ 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 അടിപൊളിയാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിലൊക്കെ പലരും ഷോർട്സ് ഇടുന്ന കാണാം. കാരണം ഈ ഒരു റൂട്ടിൽ ഈ മഞ്ഞ് വീണിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ പലരും ഇതൊരു ഷോർട്സ് ആയിട്ട് വൈറൽ വീഡിയോസ് ആയിട്ട് ഇടാറുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ക്ലാരിറ്റി കുറവായത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ പരമാവധി ഞാൻ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന കാഴ്ച മാത്രമല്ല കേട്ടോ, നല്ല തണുപ്പിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ കയ്യിൽ കിട്ടും. നല്ല രസമാണ് അതൊക്കെ. എൻ്റെ പേടി വല്ല ആനയായിട്ട് മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു പേടിയായിരുന്നു. കാരണം അങ്ങ് മഞ്ഞ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തിരിയില്ല, ഇത് മരമാണോ ആനയാണോ നമുക്ക് പെട്ടെന്ന് തിരിയില്ല. പക്ഷേങ്കിൽ ഈ ആനിമൽ ക്രോസിംഗ് സോണിൻ്റെ അടുത്തൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആനിമൽ പെട്ടെന്ന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല, കാരണം മഞ്ഞ് മൂടി കിടക്കുകയാണല്ലോ. അപ്പോൾ ഞാനും ദിവ്യാണ്ട് ഇങ്ങനെ ഇതിൻ്റെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇതിലൂടെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വളവ് എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര അപകടം പിടിച്ചൊരു വളവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമുക്കൊരു സ്പേസ് ഉണ്ട്, ഓടിച്ച് ഒന്ന് വളച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് ഒക്കെ. അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ മഞ്ഞ് വന്നു കഴിഞ്ഞാലുള്ളൊരു ഡ്രൈവ് ചെയ്യുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഈ റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ റൂട്ടിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലിയ തിരക്കില്ലാത്തൊരു റൂട്ടാണിത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പോകുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, ഈ വീഡിയോ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് വന്ന വണ്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ അങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു റൂട്ടല്ല ഇത്. നമുക്ക് അതുകൊണ്ട് തന്നെ സമാധാനത്തോടെ ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു റൂട്ടാണിത്. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ചില ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുക. അല്ലാത്ത സമയത്ത് അവിടെ നോർമലായിട്ട് അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. വെള്ളച്ചാട്ടം എന്ന് പറയാൻ അങ്ങനെ വലിയതല്ല, എന്നാലും ചെറിയ നമുക്ക് കാണാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് രസമുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഈ മഴക്കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷമാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയമാണ് ആദ്യമൊന്നും കാണാത്ത പലയിടത്തും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ വീഴുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഈ മരത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് ഈ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ബേഡ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്രയ്ക്കും സൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മരങ്ങളുടെയും കാട്ടിൻ്റെയും സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പള്ളി കണ്ടു കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ്. വളരെ രസമായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം മഞ്ഞൊക്കെ മൂടിയിട്ട് ആ പള്ളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പാസ് ചെയ്തിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ ആനിമൽ ക്രോസിംഗ് സോണൊക്കെ നമ്മൾ അടുക്കാറായി കേട്ടോ. അപ്പം കുറച്ച് മനസ്സിലിങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒന്നാമത് ആളുകളൊക്കെ വണ്ടിയൊക്കെ പോകുന്ന റൂട്ടുമാണ്. പിന്നെ ഇങ്ങനെയൊരു സമയങ്ങളിലൊന്നും അങ്ങനെ ആനിമൽ സ്പോട്ടഡ് ആയത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തോടെയാണ് പോയത്. അപ്പം നേരത്തെ കണ്ടിട്ടുള്ള ആ പള്ളിയിൽ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് ഒരുപാട് പണികളുണ്ട്. നമുക്ക് ഹസ്ബൻഡിന് ജോലിക്ക് കയറേണ്ടതാണ്, എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഞങ്ങൾ കയറാനൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നെ മഴയുമാണ്, അധികം ഇവിടെ റിസ്ക് എടുക്കുന്നതും ശരിയല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ പോവുമായിരുന്നു ചെയ്തത്. വേഗം തന്നെ നിർന്ന് വണ്ടി ഓടിച്ച് സ്പീഡിൽ നിന്നെല്ലാം നമ്മളധികം വേറെ എവിടെയും നിർത്തുകയൊന്നും ചെയ്യാതെ ഡയറക്റ്റ് അവിടത്തേക്ക് വീട്ടിലേക്ക് തന്നെ പോവുമായിരുന്നു കേട്ടോ ചെയ്തത്. But I'ma let you slide 'cause you ain't worth it.
time staying strong, need to move on to be what I want, I'll keep dreaming on. Time staying strong, need to move on to be what I want, I'll keep dreaming on. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഒരു ട്രാവൽ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ ചുരത്തിൻ്റെ ഒരു കാഴ്ചകളാണ് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. Keep dreaming.